Hi everyone, welcome all. In this video, we are going to discuss a question from complex analysis relating with analytic functions, and the question is given by: consider a function f that is analytic throughout a given domain D. Assume that mod f of z is constant throughout D. Prove that the function f of z is constant. നമുക്കൊരു അനാലിറ്റിക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ അനാലിറ്റിക് ഫംഗ്ഷന്റെ മോഡുലസ് കോൺസ്റ്റന്റ് ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഓഫ് സെഡ് കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആക്ച്വലി ഒരു റിസൾട്ട് ആണ് തരുന്നത്. ആൻഡ് ദ റിസൾട്ട് സേസ് ദാറ്റ് ഇഫ് the modulus of an analytic function is constant, then the function must be constant. ഒരു അനാലിറ്റിക് ഫംഗ്ഷന്റെ മോഡുലസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഫംഗ്ഷൻ തന്നെ കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ള ഒരു റിസൾട്ട് ആണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ തരുന്നത്. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് എഫ് അനാലിറ്റിക് ആണെന്നും തന്നിട്ടുണ്ട്, മോഡുലസ് കോൺസ്റ്റന്റ് ആണെന്നും തന്നിട്ടുണ്ട്. സോ നമ്മൾ ഗിവൺ അസംഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ലെറ്റ് മോഡ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സി ഫോർ ഓൾ സെഡ് ബിലോങ്സ് ടു ഡി നേരി. സിൻസ് വി ആർ ഗിവൺ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ഈസ് constant. എഫ് ഓഫ് സെഡിന്റെ മോഡുലസ് കോൺസ്റ്റന്റ് ആണെന്ന് അറിയാം. ആ കോൺസ്റ്റന്റ് സം സി എന്നുള്ള ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തു ഫോർ ഓൾ സെഡ് ബിലോങ്സ് ടു ഡി. ഇനി ഈ സി എന്തൊക്കെയാകാം? ഒന്നിക്കലോ സീറോ എന്നുള്ള കോൺസ്റ്റന്റ് ആകാം, അല്ലെങ്കിൽ നോൺ സീറോ കോൺസ്റ്റന്റ് ആകാം. ഓക്കെ, നമ്മൾ ഇനി സി എന്നുള്ള കോൺസ്റ്റന്റിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. If c equal to 0, what happens? Mod f of z equal to 0 will implies root of u square plus v square equal to 0 will implies u square plus v square equal to 0 will if and only if u equal to 0 and v equal to 0. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. സി എന്നുള്ളത് കോൺസ്റ്റന്റ് 0 ആണ് എന്നുണ്ടെങ്കിൽ f of z u0 ആണ്, v0 ആണ്, that means f of z ആയിട്ട് മാറും, 0 ആയിട്ട് മാറും. if c equal to 0, then f of z equal to 0, f is constant. അപ്പൊ c എന്നുള്ള കോൺസ്റ്റന്റ് മോഡുലസ് ഓഫ് f of z 0 ആകുന്ന സമയത്ത് ഫംഗ്ഷൻ 0 ആയിരിക്കും. ഇനി നമ്മൾ c നോൺ സീറോ നമ്പർ ആയിട്ട് ചൂസ് ചെയ്യാം. that means mod f of z equal to c which is non-zero. Therefore, modulus of a complex number is a non-zero constant. Then what happens about f of z എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. f അനാലിറ്റിക് ആണെങ്കിൽ f കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ modulus of f of z is equal to c എന്ന് കിട്ടി. This will implies mod f of z the whole square is equal to c square എന്ന് എഴുതാം. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്തു. സി നോൺ സീറോ ആകുന്ന സമയത്ത് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു സി എന്ന് നമുക്കറിയാം. സി നോൺ സീറോ നമ്പർ ആണ്. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്തപ്പോൾ മോഡ് സെഡ് എഫ് ഓഫ് സെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ എന്ന് കിട്ടി. ആൻഡ് വി ഹാവ് എ റിസൾട്ട്. ഇഫ് വി മൾട്ടിപ്ലൈ എ കോംപ്ലക്സ് നമ്പർ ആൻഡ് ഇറ്റ്സ് കോൺജുഗേറ്റ്, then the resultant vector will be mod z square. So we have mod z square is z into z bar. Therefore, mod f of z square is f of z into f of z bar, which is equal to c square. And c is a non-zero complex number. Therefore, c square is also a non-zero complex number. ഇനി ഫസ്റ്റ് ലൈനും ലാസ്റ്റ് എക്സ്പ്രഷനും തമ്മിൽ വായിച്ചാൽ നമുക്കറിയാം f of z into f of z bar നോൺ സീറോ ആണ്. f of z into f of z bar നോൺ സീറോ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? a into b is non zero if and only if a not equal to 0 and b not equal to 0. എയും സീറോ നോൺ സീറോ ബിയും നോൺ സീറോ ആണെങ്കിൽ
എ ബി നോൺ സീറോ ആയിട്ട് മാറുള്ളൂ. എ ബി നോൺ സീറോ if and only if a not equal to 0 and b not equal to 0. Therefore, f of z into f of z bar is non-zero if and only if f of z not equal to 0 and f of z bar not equal to 0. Therefore, we have f of z is non-zero. f of z non-zero ആണെന്ന് കിട്ടി. f of z into f of z bar non-zero ആയതുകൊണ്ട് f of z non-zero ആണ്. f of z non-zero ആണെങ്കിൽ ഈ ലൈനിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് എന്ത് പറയാം? f of z bar equal to c square divided by f of z എന്ന് എഴുതാം. രണ്ട് സൈഡിലും നോൺ സീറോ കോംപ്ലക്സ് നമ്പർ ആയിട്ടുള്ള f of z കൊണ്ട് ഡിവൈഡ് ചെയ്താൽ f of z bar is equal to f of z bar is equal to c square divided by f of z എന്ന് കിട്ടി. Now, what about f of z? f of z non-zero ആണ്. f of z non-zero ആണ്. f of z non-zero ആണ്, കോമ f of z എന്തും കൂടിയാണ്? അനാലിറ്റിക് ആണ്. Given. We are given f of z is non-zero and f of z is analytic. Therefore, 1 by f of z is analytic. ഒരു non-zero analytic function തന്നാൽ അതിന്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും? അനാലിറ്റിക് ആയിരിക്കും. Therefore, 1 by f of z is analytic. Hence, c square by f of z is analytic. c square by f of z എന്തായിട്ട് മാറി? അനാലിറ്റിക് ആയിട്ട് മാറി. c square by f of z ആരാണ്? f of z bar. Therefore, f of z bar is analytic. Therefore, we have f of z and f of z bar are both analytic. And we have a result. If a function and its conjugate are analytic, then the function must be constant. Since f and f bar are analytic, the function must be constant. Here we have proved that f bar is c square by f of z, which is analytic. Therefore, we have proved that f of z bar is analytic, and we are given that f of z is analytic. Therefore, f of z and f of z bar both are analytic. Hence, f is constant. f ഉം f ബാറും അനാലിറ്റിക് ആണെങ്കിൽ f കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ള റിസൾട്ട് വെച്ചിട്ട് നമ്മൾ f analytic ആണെന്ന് given ആണ്, and we are proved that f bar is also analytic. Hence, by using this result, we can show that we can conclude that the function f must be constant. And ഈ ഒരു റിസൾട്ടിന്റെ പ്രൂഫ് നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യന്റെ ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ പ്രൂവ് ചെയ്തത് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ അനാലിറ്റിക് ആണ്, അതിന്റെ മോഡുലസ് കോൺസ്റ്റന്റ് ആണ്. അതായത് മോഡുലസ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ എല്ലായ്പ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ള ഒരു റിസൾട്ട് ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്തത്. ഓക്കെ, നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. മറ്റു വീഡിയോസിൽ മറ്റു ക്വസ്റ്റ്യൻസുമായിട്ട് മീറ്റ് ചെയ്യാം. താങ്ക് യു.